ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മൾ പുട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെയൊക്കെ ബാക്കി വന്ന പുട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കൂട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ബാക്കിയായ ഒരു 3 കഷ്ണം പുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ക്യാരറ്റും ഒരു ക്യാപ്സിക്കൻ്റെ പകുതിയും കൂടെയാണ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ വേണം കേട്ടോ ഇതിക്ക്. അപ്പോൾ അതാ പുട്ടൊക്കെ അടിപൊളിയായിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അതൊന്ന് വാടി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ക്യാപ്സിക്കം കൂടി കൂട്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പുട്ടിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വെജിറ്റബിൾക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. പുട്ടിൽ ആദ്യം തന്നെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇടണം കേട്ടോ. അപ്പോൾ പിന്നെ മസാലപ്പൊടികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. പാകത്തിന് എരിവൊക്കെ എങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതിൽ മസാലപ്പൊടികൾ ചേർക്കുക. കൂടുതൽ മസാലപ്പൊടികളൊന്നുമില്ല. 1 സ്പൂണ് ചിക്കൻ മസാലയും പിന്നെ അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കണം. പിന്നെ ഈ സമയത്ത് നമ്മൾ ഇതിൽ മുട്ട ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു മുട്ട ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. 1 സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷമാണ് പൊടികൾ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാലയും കുരുമുളക് പൊടി പിന്നെ അതുപോലെ ഉണക്കമുളക് നമ്മളൊന്ന് ചതച്ചെടുത്തത് കേട്ടോ. മുളക് പൊടിയല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇടുന്നത്. അതും 1 സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. എരിവ് എങ്ങനെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മസാലപ്പൊടികളിൽ കുരുമുളക് പൊടി നമുക്ക് ആവശ്യം കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വലിയവർക്കൊക്കെ കഴിക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ ആ ഒരു ചുവയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ അതുപോലെ നല്ലൊരു സ്മെല്ലും കൂടെയാണ് കേട്ടോ. പിന്നെ 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുക. നമ്മളെ ഈ വെജിറ്റബിൾസ് ഒന്ന് വാടി വരുന്ന സമയം മാത്രം മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുട്ട് നമ്മൾ വേവിച്ച് വെച്ചതാണല്ലോ, അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പൊടിച്ചെടുത്ത പുട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ. ഈ പുട്ടൊക്കെ ഒന്ന് ആവി കയറി വരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റും ആക്കാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന ഈ റെസിപ്പികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. തീ ഒന്നിച്ച് കൂട്ടി വെക്കണ്ട. അപ്പോൾ അടി ചിലപ്പം കരിഞ്ഞു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറിയ തീയിൽ 2 മിനിറ്റ് വെക്കുമ്പോൾ നല്ല പോലെ അടിപൊളിയായിട്ട് ആവിയൊക്കെ കയറി കണ്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നമ്മളിത് പുട്ടാണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഇതാണ്. പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇപ്പാക്ക് ചായ അതും കൂടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഇതെന്താണ് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾ കഴിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ചിരിക്കണത്. അപ്പോൾ ഞാൻ പണ്ട് പറയുകയാണ് അത് പുട്ട് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.